ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ടെലഗ്രാം മേധാവി പവേൽ ദുരോവിന്റെ അറസ്റ്റ് അസംബന്ധമെന്ന് ടെലഗ്രാമിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പവേൽ പരാജയപ്പെട്ടു എന്നതിലായിരുന്നു അറസ്റ്റ്. സ്ഥാപകനും സിഇഒയുമായ പവേൽ ദുരോവിന്റെ അറസ്റ്റിൽ ഫ്രാൻസിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ടെലഗ്രാം. കേസെടുത്തത് അസംബന്ധം. യൂറോപ്പിലെ എല്ലാ നിയമങ്ങളും അനുസരിക്കുന്ന ആപ്പാണ് ടെലഗ്രാം എന്നും പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. പാരീസിനടുത്തുള്ള ലേ ബുർഗെറ്റ് വിമാനത്താവളത്തിൽ വെച്ച് ദുരോവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ടെലഗ്രാമിനെ ക്രിമിനലുകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതായിരുന്നു ദുരോവിനെതിരെയുള്ള കുറ്റം. ടെലഗ്രാമിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ദുരോവ് പരാജയപ്പെട്ടതായും ആരോപണമുയർന്നിരുന്നു. വഞ്ചന, മയക്കുമരുന്ന് കടത്ത്, സൈബർ ഭീഷണിപ്പെടുത്തൽ, സംഘടിത കുറ്റകൃത്യങ്ങൾ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലാണ് അറസ്റ്റെന്നും റിപ്പോർട്ടുകളുണ്ട്. ദുരോവും സഹോദരൻ നിക്കോളയും ചേർന്ന് 2013 ടെലഗ്രാം സ്ഥാപിച്ചത്. 900 മില്യൺ ആക്റ്റീവ് യൂസർമാർ ടെലഗ്രാമിന് ഇപ്പോഴുമുണ്ട്. $5.5 ബില്യൺ ആസ്തിയുള്ള ദുരോവ് റഷ്യൻ വംശജനാണ്. എന്നാൽ ഇപ്പോൾ ടെലഗ്രാം ആസ്ഥാനമായ ദുബായിലാണ് ദുരോവ് താമസിക്കുന്നത്. കൂടാതെ ഫ്രഞ്ച് പൗരത്വവും UAE പൗരത്വവും ദുരോവിനുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IBM ചൈനയിലെ 1000-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടു. കമ്പനി ചൈനയിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നിർത്തിയതിനെ തുടർന്നാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ഗ്രേറ്റർ ചൈന മേഖലയിലുടനീളമുള്ള ക്ലയന്റുകൾക്ക് മികച്ച സേവനം നൽകുന്നതിനാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട്. സ്വകാര്യ സംരംഭങ്ങളെ സഹായിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഹൈബ്രിഡ് ക്ലൗഡ് AI സൊല്യൂഷനുകളുള്ള ബഹുരാഷ്ട്ര കമ്പനികളെ ക്ലയന്റുകളായി തിരഞ്ഞെടുക്കാനുമാണ് IBM ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറച്ചതായി IBM സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ പിരിച്ചുവിടലുകളുടെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ചൈനയിൽ പ്രവർത്തനം നിർത്തുന്ന ആദ്യത്തെ കമ്പനിയല്ല IBM. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചൈനയും US തമ്മിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എറിക്സൺ, ടെസ്ല, Amazon.com, ഇന്റൽ തുടങ്ങിയ കമ്പനികളും സമാന തീരുമാനമെടുത്തതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ ഭാഗമായി പ്രമുഖ IT കമ്പനിയായ ഇൻഫോസിസ് പവർ പ്രോഗ്രാം ആരംഭിച്ചു. പ്രതിവർഷം 9 ലക്ഷം രൂപ വരെ ശമ്പള പാക്കേജുകളാണ് കമ്പനി ഫ്രഷേഴ്സിന് നൽകുന്നത്. സാധാരണയായി 3 മുതൽ 3.5 ലക്ഷം രൂപയുടെ വാർഷിക പാക്കേജ് വരുന്ന സ്ഥാനത്താണ് ഇൻഫോസിസിന്റെ പുതിയ നീക്കം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI, ML, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായവരെ നിയമിക്കുന്നതിൽ IT സ്ഥാപനങ്ങൾ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നതിന്റെ സൂചനയാണ് ഉയർന്ന സാലറി പാക്കേജുകൾ. 2025 സാമ്പത്തിക വർഷത്തിൽ 15,000 മുതൽ 20,000 വരെ ബിരുദധാരികളെ ജോലിക്കെടുക്കാനാണ് ഇൻഫോസിസ് പദ്ധതിയിടുന്നത്. അതേസമയം TCS 40,000 ഫ്രഷേഴ്സിനെയും ജോലിക്കെടുക്കാൻ ആലോചിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. AI അൽഗോരിതങ്ങൾ വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായുള്ള AI എഞ്ചിനീയറിംഗിലാണ് നിലവിലെ തൊഴിലവസരങ്ങളിൽ ഏറെയും. ഫിനാൻസ്, ഹെൽത്ത് കെയർ, ഇ-കൊമേഴ്സ് തുടങ്ങിയ മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് ഉയർന്ന ഡിമാൻഡുണ്ട്. മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗിലും ഏറെ അവസരങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വീഡിയോ കോളിംഗ് മെച്ചപ്പെടുത്തുന്നതിനായി വാട്സാപ്പ് പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നു. വാട്സാപ്പ് AR കോൾ എഫക്റ്റുകളും ഫിൽറ്ററുകളും പുറത്തിറക്കുന്നതായാണ് റിപ്പോർട്ട്. iOS ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചറുകൾ ഉടൻ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട്. iOS-നായി വാട്സാപ്പ് ബീറ്റയുടെ ഏറ്റവും പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചില ബീറ്റ ടെസ്റ്റർമാർക്ക് കോൾ ഇഫക്റ്റുകൾക്കും ഫിൽട്ടറുകൾക്കുമുള്ള AR ഫീച്ചർ ലഭ്യമാണ്. ഈ ഫീച്ചറുകൾ വരും ആഴ്ചകളിൽ കൂടുതൽ ഉപയോക്താക്കൾക്കായി പുറത്തിറക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ ആൻഡ്രോയിഡിനുള്ള ബീറ്റ ടെസ്റ്റിംഗിലാണ്. ഈ ഫീച്ചറുകളിലെ പ്രധാന സവിശേഷത ഡൈനാമിക് ഫേഷ്യൽ ഫിൽട്ടറുകളാണ്. ഇത് ഉപയോക്താക്കളെ വീഡിയോ കോളുകളിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച രീതിയിൽ മുഖത്തെ മാറ്റാൻ സഹായിക്കുന്നു. കൂടാതെ പുതിയ ടൂളുകൾ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാനും ബ്ലർ ചെയ്യാനും കഴിയും. ഇൻസ്റ്റഗ്രാം വീഡിയോ കോളുകൾക്ക് സമാനമായ ടൂളുകളാണ് വാട്സാപ്പ് കൊണ്ടുവരുന്നത്. കൂടാതെ മറ്റൊരു സവിശേഷത ലൈറ്റിംഗ് ഫീച്ചറാണ്. ലോ ലൈറ്റ് മോഡ് ടോഗിൾ. ഇതിലൂടെ ഉപയോക്താക്കൾക്ക് അവരുടെ വീഡിയോ ഫീഡിന്റെ ലൈറ്റിംഗ് വർദ്ധിപ്പിക്കാൻ കഴിയും. രാത്രികാലങ്ങളിൽ വീഡിയോ കോളിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവോ T3 Pro 5G നാളെ ലോഞ്ച് ചെയ്യും.
ഫ്ലിപ്കാർട്ട് വഴി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലോഞ്ച്. ഫോണിന്റെ വില 26,000 രൂപയിൽ ആരംഭിക്കുമെന്നാണ് സൂചന. വിവോ T3 Pro 5G ഫ്ലിപ്കാർട്ടിലല്ലാതെ പ്രത്യേക മൈക്രോ സൈറ്റിലും ലഭ്യമാകും. വിവോ T3 Pro 5Gയിൽ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റും 4500 നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസും ഉണ്ട്. ഈ ഫോൺ ലെതർ ഫിനിഷും മെറ്റാലിക് ഫ്രെയിമുമായാണ് വിപണിയിലെത്തുന്നത്. ഒപ്റ്റിക്സിനായി 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയും ഉണ്ടായിരിക്കും. കൂടാതെ ഫ്രണ്ട് ക്യാമറയിൽ സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി 16 മെഗാ പിക്സൽ ലെൻസും ഉണ്ടായിരിക്കുമെന്ന് സൂചനയുണ്ട്. 12 GB വരെ റാമും 256 GB വരെ ഇന്റേണൽ സ്റ്റോറേജ് കൂട്ടാനുള്ള ഓപ്ഷനുമുണ്ട്. ഏറ്റവും ഭാരം കുറഞ്ഞ ഫോണുകളിൽ ഒന്നാണിതെന്നാണ് വിവോ വ്യക്തമാക്കുന്നത്. വിവോ T3 Proയ്ക്ക് IQ-Z9s Proയ്ക്ക് സമാനമായ ഡിസൈനാണുള്ളതെന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ 80 വാട്ട്സ് ചാർജിംഗ് പിന്തുണയുള്ള 5500 മെഗാഹെർട്സ് ബാറ്ററിയാണ് ഫോണിനുള്ളത്. സാൻഡ്സ്റ്റോൺ ഓറഞ്ച്, എമറാൾഡ് ഗ്രീൻ എന്നിങ്ങനെ 2 വ്യത്യസ്ത കളർ ഓപ്ഷനുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. വിവോ T3 Pro സ്നാപ്ഡ്രാഗൺ 7 Gen 3 ചിപ്പ് സപ്പോർട്ട് ചെയ്യുമെന്നും വിവോ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.